വചനങ്ങൾ വായിക്കാൻ പറഞ്ഞ അതുകൊണ്ട് തന്നെയാണ്. അതായത് ഈ കരാർ ഇതോടുകൂടി അസാധുവാകുന്നു എന്ന് പറഞ്ഞിട്ടാണ് പിന്നെ തുടങ്ങുന്നത്. എന്നാൽ കരാർ പാലിച്ചവർ അതിൽ നിന്ന് ഒഴിവാണ്. അതായത് ഈ അസാധുവാക്കപ്പെട്ടത് കരാർ പാലിച്ചവർക്കല്ല, കരാർ പാലിക്കാത്തവർക്കാണ്. കാരണം കരാർ പാലിക്കാത്തവരെ ആയിട്ടുള്ള ആ കരാർ അസാധുവായി. അവർക്ക് ഇനി 4 മാസം ആ നാട്ടിൽ സ്വൈരവിഹാരം നടത്താം. 4 മാസങ്ങൾക്കുള്ളിൽ പശ്ചാത്തപിച്ച് മടങ്ങിയാൽ അവർക്ക് വീണ്ടും ആ രാജ്യത്ത് കണ്ടിന്യൂ ചെയ്യാം. അതല്ല എന്നുണ്ടെങ്കിൽ വീണ്ടും ഇതുപോലെ തന്നെ ശത്രുക്കളുമായി കൂടി, അത് ആ ഖുർആനായത്തിൽ എടുത്തു പറയുന്നുണ്ട്, ശത്രുക്കളുമായി കൂടി ചേർന്ന് വീണ്ടും അവർക്ക് സഹായങ്ങൾ ചെയ്തു കൊടുക്കുകയാണെങ്കിൽ അവരെ കണ്ടെടുത്ത് വെച്ച് വെട്ടാം. ഇത് ഞാൻ പറയട്ടെ, ഈ ഒരു ഖുർആനായത്ത് വെച്ചുകൊണ്ട് ഇത് ഇവിടെയുള്ള അമുസ്ലിങ്ങളെ കൊല്ലാൻ വേണ്ടിയിട്ടാണ് എന്ന് ഏതെങ്കിലും ഒരു മുഫസ്സിരിങ്ങളോ ഏതെങ്കിലും ഖുർആൻ വ്യാഖ്യാതാക്കളോ പറഞ്ഞിട്ടുണ്ടെങ്കിൽ നിങ്ങൾ അതാണ് എടുത്ത് കാണിക്കേണ്ടത്. നിങ്ങൾ ഇത് കണ്ടക്സ്റ്റിൽ നിന്നും ഒരു വചനം എടുത്ത് വെച്ചുകൊണ്ട് നിങ്ങൾ വ്യാഖ്യാനം നൽകുക എന്ന് പറഞ്ഞാൽ, അതുപോലെ തന്നെ പ്രവാചകനെ വിഷം കൊടുത്തു കൊന്നു, ഇതൊക്കെ എത്ര വലിയ അബദ്ധം എന്ന് പറയാൻ പറ്റും. എനിക്ക് ഈ ഭാഷയിൽ നിങ്ങളെ പറയാൻ പറ്റില്ല. കാരണം യേശു എന്ന് പറയുന്നത് ഞങ്ങളുടെ മഹാനായ പ്രവാചകനാണ്. നിങ്ങൾ ഞങ്ങളുടെ റസൂലുള്ളാഹിനെ ഈ രീതിയിൽ വളരെ മോശമായിട്ട് പറയുന്നു എന്നതുകൊണ്ട് തന്നെ എനിക്ക് തിരിച്ചു പറയാൻ പറ്റില്ല. അതിന്റെ വിഷമം എനിക്കുണ്ട് കേട്ടോ, സത്യം പറഞ്ഞാൽ. അതെന്റെ കാരണം. എന്തിനെങ്ങനെ കളവ് പറയുന്നത്? സ്വന്തം ഭാര്യയുടെ മടിത്തട്ടിൽ കിടന്ന് മരണപ്പെട്ട റസൂലുള്ളാഹിനെ പറ്റിയിട്ട് 3 ദിവസം പനി പിടിച്ച് ഈ പറയുന്ന പോലെ വിഷം കൊടുത്തു, അത് പ്രവാചകൻ കഴിച്ചോ? ഇല്ല. അതൊക്കെ ചരിത്രമല്ലേ. അത് കഴിഞ്ഞ് എത്ര വർഷങ്ങൾക്ക് ശേഷമാണ് പ്രവാചകൻ വഫാത്താവുന്നത്? നിങ്ങൾക്ക് എന്തോ മാനസികമായിട്ട് ഇത് പറഞ്ഞ പോലെ തന്നെ ഇസ്ലാമിനോടുള്ള വിരോധം കൊണ്ട് നിങ്ങൾക്ക് മാനസികമായിട്ട് വൈകല്യം വന്നിട്ടുണ്ട്. അത് നിങ്ങളുടെ ബോഡി ലാംഗ്വേജിൽ തന്നെ അറിയാൻ പറ്റുന്നുണ്ട്. എന്തിനെങ്ങനെ കളവ് പറയുന്നത്? ഒരു ആദർശം കൊണ്ട് നേരിട്ട് ഈ പറഞ്ഞ പരിപാടി വളരെ മോശമാണ്. ഞാൻ വളരെ ശക്തമായിട്ട് എന്താ പറയാ, ഞാൻ വിയോജിക്കാണ് നിങ്ങളുടെ അഭിപ്രായത്തിനോട്. ഒരു പ്രവാചകനെ മുസ്ലിങ്ങൾ അങ്ങനെ വിശ്വസിക്കുന്നുണ്ടോ? എവിടെയെങ്കിലും പറഞ്ഞിട്ടുണ്ടോ വിഷം കൊടുത്തു കൊന്നു? ഇനിയിപ്പോ എന്തൊക്കെ പറയാം നിങ്ങൾക്ക്? എനിക്ക് നിങ്ങളെ പറ്റി അങ്ങനെ പറഞ്ഞൂടെ? നിങ്ങൾ ഈ ഒരു ഭാഷയിൽ എനിക്ക് നിങ്ങളെ പറ്റി എന്തൊക്കെ പറയാ? ഒരു വലിയ സമൂഹത്തിന്റെ ഒരു ആദർശത്തിനെതിരെ ഇങ്ങനെ പച്ചക്കള്ളം പറയാ, കണ്ടക്ഷിൽ നിന്നും അടർത്തിയെടുത്ത വാചനം വെച്ച് തെറ്റിദ്ധരിപ്പിക്കുക, എത്ര മോശം നിലപാടാ! നിങ്ങളൊരു സൈക്കാട്രിസ്റ്റിന്റെ അടുത്ത് കാണിക്കുക ആദ്യം തന്നെ. അത് കഴിഞ്ഞോ? അദ്ദേഹം വിട്ടിട്ട് പോയി. വിഷം കൊടുത്ത് കൊന്നത് തെറ്റാണ്, അങ്ങനെ ഒരു സംഭവം നടന്നിട്ടില്ല എന്നാണ് അദ്ദേഹം പറയുന്നത്. ഇത് പറഞ്ഞിച്ചു അദ്ദേഹം രക്ഷപ്പെട്ടു. എടാ മൊട്ട തലയാ, അയാൾ അവിടെ നിന്ന് എണീറ്റ് പോയതേ നിന്നെ പേടിച്ചിട്ട് എണീറ്റ് പോയതല്ല. തന്നെപ്പോലെ ഒരു നാറിയോട് മറുപടി പറയാൻ ഒരു സ്വയബോധത്തിലുള്ള ഒരാൾക്ക് മറുപടി പറയാൻ കഴിയില്ല. വല്ല കള്ളോ കഞ്ചാവോ ഒക്കെ അടിച്ചുകൊണ്ടുവന്ന് ഇരുന്നാലേ നിന്നെപ്പോലുള്ള നാറിയോട് മറുപടി പറയാൻ കഴിയുള്ളൂ. മനസ്സിലായ? അല്ലാതെ അയാൾ നിന്നെ പേടിച്ചുകൊണ്ട് പോയതല്ലടാ. ഖുറാനിൽ നിന്ന് ഒരു വാക്കുമല്ല അടിച്ചു മാറ്റി അടർത്തിയെടുത്തുകൊണ്ട് വരും. എന്നിട്ട് ആ വിഷയത്തെ വെച്ചുകൊണ്ട് ഇസ്ലാമിന് നേരെ പച്ചക്കള്ളം പറഞ്ഞ് പിടിപ്പിക്കും. എന്നിട്ട് കുറച്ച് എരിവും പുളിപ്പും ചേർത്തി കുറച്ച് സംഘികളെയും കുറച്ച് ഇസ്ലാം വിരോധികളെയും സുഖിപ്പിച്ചെടുക്കും. എന്നിട്ട് അതിൽ കിട്ടുന്ന കാശ് വാങ്ങി നക്കി തിന്നും 3 നേരം. നീ മനസ്സിലായ? ചുരുക്കി പറഞ്ഞ ഇസ്ലാം മതത്തെ പരദൂഷണവും പറഞ്ഞ് കുറ്റവും പറഞ്ഞ് 3 നേരം നക്കി തിന്ന് ഏമ്പക്കം വിടുന്ന ഒരു പരനാറിയല്ലടാ നീ. ക്രിസ്തുവാണ് ലോകത്തിലെ ഏറ്റവും വലിയ ദൈവം. ക്രിസ്തുവിനെ കഴിഞ്ഞ ഈ ലോകത്ത് വേറൊരു ദൈവമില്ല. അള്ളാഹു മോശപ്പെട്ട ദൈവമാണ്. പ്രവാചകൻ മുഹമ്മദ് നബി വളരെ മോശപ്പെട്ട പ്രവാചകനാണെന്നൊക്കെ വരുത്തി തീർക്കാൻ നീ ഒരുപാട് കഷ്ടപ്പെടുന്നുണ്ട്. അറിയാം. എടാ പറഞ്ഞറി, ഞാൻ നിന്നോട് ഒരു കാര്യം ചോദിക്കട്ടെ മൊട്ടത്തലയാ. നിന്നെപ്പോലെ ഗോട്ടും ഷൂട്ടും ഇട്ട് വന്നിട്ട് ഒരു മുസ്ലിം സഹോദരൻ രാവിലെ കുറ്റിയും പറിച്ചുകൊണ്ട് വന്നിട്ട് പറയാണ് എന്തെന്ന്, നിന്റെ മതത്തിലെ ദൈവം ക്രിസ്തു, ആ ക്രിസ്തുവിനെ കുറച്ച് ആൾക്കാരെ കൂട്ടിയിട്ട് തല്ലിക്കൊന്നു, കുരിശിൽ കെട്ടിത്തൂക്കി എന്നൊക്കെ പറഞ്ഞിട്ട് ഇതുപോലെ വീഡിയോ ഇട്ടിട്ട് ആക്ഷേപിച്ച നിന്നെ പോലുള്ള നാറികളുടെ സ്വഭാവം എന്തായിരിക്കും? നീയൊക്കെ എങ്ങനെയായിരിക്കും പ്രതികരിക്കുക? പക്ഷെ ഒരു മുസ്ലിം അത് ചെയ്യില്ല. കാരണം എന്താണ്? നിന്റെ തന്തയല്ല മുസ്ലിങ്ങളുടെ തന്ത. പ്രവാചകൻ പഠിപ്പിച്ചിട്ടുണ്ട്, നിന്നെപ്പോലുള്ള നാറികൾ ഇസ്ലാം മതത്തെ നോക്കി കുരയ്ക്കും. ഒരു കാരണം വെച്ചാലും മറ്റൊരു മതത്തെ ആചാരത്തെയോ മറ്റൊരു മതത്തെയോ നിങ്ങൾ ആക്ഷേപിക്കരുത്, കളിയാക്കരുത് എന്ന്. അതുകൊണ്ടാണ് മുസ്ലിങ്ങൾ ആരും നിന്നെ പോലുള്ള ഈ നാറിയ സ്വഭാവം കാണിക്കാതിരിക്കുന്നത്. പരനാറി മനസ്സിലായെനിക്ക്? നീ മനസ്സിലാക്കി തരണോ എനിക്ക്? ഈ മദീനയിലേക്ക് ഹിജറ വന്ന, നാട് വിട്ട് അഭയാർത്ഥികളായിട്ട് വന്ന മുഹമ്മദും കൂട്ടരും അൻസാരി പെണ്ണുങ്ങളെ കല്യാണം കഴിച്ചപ്പോൾ ഈ അൻസാരി പെണ്ണുങ്ങൾ ഇവരെ പുറകിൽ നിന്ന് ലൈംഗിക ബന്ധത്തിൽ ഏർപ്പെടാൻ സമ്മതിച്ചില്ല. അങ്ങനെ പുരുഷന്മാർ മുഹമ്മദിനൊക്കെ പരാതി പറഞ്ഞു. അപ്പം തന്നെ കൊച്ചുണ്ണി സെലഫന്റെ ബി എന്ന് പറഞ്ഞ് നമ്മൾ ആയത്തങ്ങ് ഇറക്കി കൊടുത്തു. നിങ്ങൾ ഭാര്യമാർ നിങ്ങളുടെ കൃഷിയിടമാണ്, നിങ്ങൾക്ക് മുമ്പിൽ നിന്നോ പുറകിൽ നിന്നോ വശത്തു നിന്നോ ആകാശത്തു നിന്നോ ഭൂമിക്കടിയിൽ നിന്നോ എവിടെ നിന്ന് വേണമെങ്കിലും ഇഷ്ടമുള്ള രീതിയിൽ നിങ്ങൾക്ക് നിങ്ങളുടെ കൃഷിയിടത്തിലേക്ക് ചെല്ലാം എന്ന് പറഞ്ഞ് വിത്തിറക്കുന്ന ഒരു കൃഷിയിടം മാത്രമാണ് സ്ത്രീ. ആ സ്ത്രീക്ക് വോയിസ് ഒന്നുമില്ല. പുരുഷന്റെ ഇഷ്ടപ്രകാരം എവിടെ വേണമെങ്കിലും വിത്തിറക്കാം എന്ന് പറഞ്ഞുകൊണ്ട് അള്ളാഹു ആയത്തിറക്കി കൊടുത്തു എന്ന് പറഞ്ഞ് മുഹമ്മദ് അപ്പം തന്നെ ആയത്തിറക്കി കൊടുത്തു. എന്തായാലും ഇങ്ങനത്തെ ഒരു അള്ളാഹുവിനെ കിട്ടി ഇവര് പുണ്യവാന്മാരാട്ടോ. എന്താവശ്യത്തിനും പെണ്ണുങ്ങൾ അടിച്ചമർത്താൻ വരെ ആയത്ത് റെഡി ടു പോയാ. നമ്മുടെ കൊച്ചി ഖനീഫക്ക് ഈ ആനപ്പാപ്പാനെ സർട്ടിഫിക്കറ്റ് കൊടുക്കണ പോലെ കൊച്ചുണ്ണി സെലഫന്റ് ബി എന്ന് പറഞ്ഞാൽ അപ്പം തന്നെ സർട്ടിഫിക്കറ്റ് എഴുതി കൈ തന്നു പറഞ്ഞ പോലെയാണ് മുഹമ്മദിന്റെ ആയത്തറപ്പം. ഇതാണ് കഥ. ചരിത്രം അറിയണമെങ്കിൽ ജാമിയ തുർമിദിയിൽ ഹസനായിട്ടുള്ള ഹദീസുണ്ട്. ജാമിയ തുർമിദി ബുക്ക് നമ്പർ 47 ഹദീസ് നമ്പർ 32.
ജാമിയ തുർമിദി ബുക്ക് നമ്പർ 47 ഹദീസ് നമ്പർ 32 നരേറ്റഡ് ബൈ ഇബ്നു അബ്ബാസ് നിവേദനം ഉമർ കെയിം ടു ദ മെസഞ്ചർ ഓഫ് അല്ലാഹ് സെഡ് ഉമറാണ് ഇതിന് ഈ ആയത്തിറക്കുന്ന മെയിൻ ജിബ്രീൽ അല്ല ജിബ്രീലിനൊക്കെ കൂടുതൽ ആയത്ത് ഖുർആൻ ഇറക്കി അയക്കുന്നത് ഉമറ ഈ പർദ്ദ ഇടാനുള്ള ആയത്ത് മുതൽ നിക്കാബ് ഇടാനുള്ള ആയത്ത് മുതൽ ഹിജാബ് ഇടാനുള്ള ആയത്ത് മുതൽ ഈ ആയത്തുകളിൽ ഭൂരിഭാഗം ഇറക്കിയിരിക്കുന്നത് ഉമറ മുഹമ്മദിന്റെ അമ്മായിച്ചനും മരുമോനുമായ ഉമറാണ് ഈ ആയത്തുകളുടെ എല്ലാ സൃഷ്ടാവ്. ഓക്കെ, ഉമർ കെയിം ടു മെസഞ്ചർ ഓഫ് അല്ലാഹ് സെഡ് ഓ മെസഞ്ചർ ഓഫ് അല്ലാഹ് ഐ ആം റൂയിൻഡ്. ഭാര്യ പുറകെ കൂടെ ചെയ്യാൻ സമ്മതിച്ചപ്പോൾ പുള്ളി നശിച്ചു പോയെന്നാ പറഞ്ഞത്. അയ്യോ എന്റെ ജീവിതം കോഞ്ഞാട്ടെ പറച്ചിലേട്ടാ ചെറുക്കേണ്ട ഒറ്റ ഭാര്യ ഉള്ളെന്നാ നാട് നീളെ സംബന്ധമുള്ള ഉമറാണ് ഈ പറയുന്നത്. ഓക്കെ, എടാ പല തന്തയ്ക്കുണ്ടായ മൊട്ട തലയാ നീ. നിന്റെ പെണ്ണും പിള്ള നിനക്ക് ബാക്കിൽ പരിപാടി എടുക്കാൻ തന്നില്ല പറഞ്ഞിട്ട്, നിന്റെ പെണ്ണും പിള്ളയെ പരിപാടി ബാക്ക് കൊതം കാണിച്ച് തന്നില്ല എന്ന് പറഞ്ഞിട്ട് ആ കലിപ്പ് നീ ഖുറാനിലെ ഏതെങ്കിലും ഒരു ആയത്തെടുത്തുകൊണ്ട് വന്നിട്ട് ഇസ്ലാം മതത്തെ നോക്കിയിട്ട് ആ കലി തീർക്കാൻ നിൽക്കണ്ട. അത് നിന്റെ പെണ്ണുങ്ങളോട് പോയി വീട്ടിലിരിക്കുന്ന നിന്റെ പെണ്ണുങ്ങളോട് തീർത്താൽ മതി ആ കലി കേട്ടാ. ക്ലബ് ഹൗസിൽ കിടക്കുന്ന നിന്റെ കുറേ നാറികളെ സൂചിപ്പിക്കാനെങ്കിൽ അത് ഇസ്ലാമിനെ കൂട്ടുപിടിപ്പിച്ച് നീ സൂചിപ്പിക്കാൻ നിൽക്കണ്ട. നിന്റെ പെണ്ണുമ്പിള്ളയെ കൊണ്ട് കൂട്ടിക്കൊടുത്ത് സൂചിപ്പിക്കണം മൈരെ. ഇങ്ങനെ ജീവിക്കണേക്കാളും നിനക്ക് വല്ല ചത്തവന്റെ കുണ്ണ ഊമ്പി വെച്ചിട്ട് ജീവിച്ചോടാ പരനാറി വൃത്തികെട്ട ജന്തു. കന്യക പരിശുദ്ധാത്മാവിനാൽ ഗർഭം ധരിച്ച് മകനെ പ്രസവിച്ച ആ തിരുപ്പിറവിക്ക് ഏതാനും ദിവസങ്ങൾ മാത്രം അവശേഷിക്കെ ആ ആഘോഷത്തിന് ക്രൈസ്തവ സമൂഹം തയ്യാറെടുത്തിരിക്കെ ഇതാ ആന്ധ്രാപ്രദേശിലെ വിജയവാഡയിൽ നിന്നും ഒരു അവിഹിത ഗർഭത്തിന്റെ വാർത്ത വരുന്നു. കന്യാസ്ത്രീയാകുവാൻ പഠിച്ചുകൊണ്ടിരുന്ന എലൂരുവിലെ സെയിന്റ് ജോസഫ് കോൺവെന്റ് അംഗമായ 18-കാരിയായ പെൺകുട്ടിയാണ് ഹോസ്റ്റലിൽ ആൺകുഞ്ഞിനെ പ്രസവിച്ചത്. പ്രസവിച്ച ഉടനെ ആ പെൺകുട്ടി തന്റെ കുട്ടിയെ ജനൽ വഴി പുറത്തേക്കെറിഞ്ഞ് കൊന്നുകളഞ്ഞത്. നവജാത ശിശുവിനെ കോൺവെന്റിന്റെ മുകളിൽ നിന്നും എറിഞ്ഞു കളയുന്നത് കണ്ട തൊട്ടടുത്ത അപ്പാർട്ട്മെന്റിലെ ജോലിക്കാരി അറിയിച്ചതനുസരിച്ച് പോലീസ് എത്തുകയും കുഞ്ഞിന്റെ മൃതദേഹം കണ്ടെത്തുകയുമായിരുന്നു. വിവരമറിഞ്ഞ് ഏലൂരു സർക്കിൾ ഇൻസ്പെക്ടറുടെ നേതൃത്വത്തിലുള്ള പോലീസ് സംഘവും വനിതാ ശിശുക്ഷേമ വകുപ്പ് ഉദ്യോഗസ്ഥരും നടത്തിയ പരിശോധനയിൽ കുട്ടിയെ എറിഞ്ഞത് കോൺവെന്റ് കെട്ടിടത്തിൽ നിന്നാണെന്ന് സ്ഥിരീകരിച്ചു. പ്രസവവും കൊലപാതകവും നടത്തി അവശനിലയിലായ മടത്തിലമ്മയാകുവാൻ എത്തിയ പെൺകുട്ടിയെ ഏലൂരു ജനറൽ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചിരിക്കുകയാണ്. മിസ്റ്റർ ബെൻ ജോൺസൺ, ഇത് നിന്റെ മതത്തിനകത്ത് നടക്കുന്ന കാമക്കഥകളുടെ ലീലാവിലാസങ്ങളാണ് പുറത്തു വരുന്നത്. ഇനിയും അന്വേഷിച്ച് പോയാൽ നിന്റെ പള്ളിയിൽ അച്ഛന്മാരുടെ കാമക്കഥകളെല്ലാം പുറത്തു കൊണ്ടുവരാൻ പറ്റും. അതൊക്കെ ഇങ്ങനെ പുറത്തു കൊണ്ടുവന്നിട്ട് ആ സ്വന്തം മതത്തിലെ ഈ പോരായ്മകൾ, ഈ കുറ്റങ്ങളും, ഈ കാമക്കഥകളൊക്കെ പുറത്തു കൊണ്ടുവന്നിട്ട് അത് കാണിച്ചുകൊണ്ട് നീ സംഘികളെ സൂചിപ്പിക്ക്, എക്സ് മുസ്ലിങ്ങളെ സൂചിപ്പിക്ക്, പിന്നെ നിന്റെ ക്ലബ് ഹൗസിൽ കിടക്കുന്ന നാറികളെ സൂചിപ്പിച്ചെടുക്കുന്നതല്ല നല്ലത്. സ്വന്തം മതത്തിൻ്റെ കുറവുകൾ കാണിച്ചുകൊണ്ട് സൂചിപ്പിച്ചെടുക്കുന്നതല്ല നല്ലത്. അല്ലാതെ അന്യ മതത്തിൽപ്പെട്ട ഖുറാൻ്റെ ഒരു ആയത്തിൻ്റെ കഷ്ണം കൊണ്ടുവന്നിട്ട് അതിനെ വളച്ചൊടിച്ചുകൊണ്ട് എരിവും പുളിപ്പും ചേർത്ത് സൂചിപ്പിക്കണേക്കാൾ നല്ല എത്രയോ അന്തസ്സല്ലേ സ്വന്തം മതത്തിൽ നടക്കുന്ന പോരായ്മകളെ വീഡിയോ എടുത്തുകൊണ്ട് ഈ സംഖ്യകളെ സൂചിപ്പിക്കണത്. അതിലല്ലടാ ഒരു അന്തസ്. ഇനി നിനക്ക് അതിനും കഴിഞ്ഞില്ലെങ്കിൽ സ്വന്തം ഭാര്യയെ കൊണ്ട് നിർത്തി കൊടുക്കണം നിന്റെ ക്ലബ് ഹൗസിൽ അവർ സൂചിച്ചോട്ടെ. ആണം പെണ്ണും കെട്ട പരനാറി ഒരു മതത്തെ ആക്ഷേപിച്ച് നക്കിത്തിന നാണമില്ലടാ. വിദേശ രാജ്യത്തിൽ എവിടെ ഇരുന്നിട്ട് കുരയ്ക്കണ പരനാറി. ശരീരത്തിന്മേൽ പുരുഷന്റെ ശരീരത്തിന്മേൽ സ്ത്രീക്കുമാണ് ഒരു ഭാര്യ ഭർത്തൃ ബന്ധത്തിൽ അവകാശം. അത് മ്യൂച്വൽ റിലേഷൻഷിപ്പാണ്, മ്യൂച്വൽ അധികാരമാണ്. അല്ലാതെ പെണ്ണ് പുരുഷന്റെ അടിമയല്ല എന്ന് ഉറക്കെ പ്രസ്താവിച്ച, പെണ്ണുങ്ങളെ മാന്യമായിട്ട് കാണുന്ന, ഭാര്യയെ മാന്യമായിട്ട് കാണുന്ന, ഇത്ര അന്തസ്സുള്ള ആഭിജാത്യമുള്ള ഒരു വിശ്വാസം വിട്ടിട്ട് അത്രയും വലിയ പരിശുദ്ധമായ മതമാണ് നീ വിശ്വസിക്കുന്ന നിന്റെ ക്രിസ്തു മതം എന്നല്ലേ ഊളെ നീ പറയാൻ വന്നത്? ആയിക്കോട്ടെ, അതിന് ഞങ്ങൾക്ക് എന്താണ്? നിനക്ക് നിന്റെ മതം, ഞങ്ങൾക്ക് ഞങ്ങളുടെ മതം എന്നാണ് നബി നമ്മളെ പഠിപ്പിച്ചിരിക്കുന്നത്. മനസ്സിലായില്ലേ? നിന്നെപ്പോലെ അല്പനല്ലാത്തത് കൊണ്ട് ഇതുപോലെ ഗോട്ടും ഷൂട്ടും ഇട്ടിട്ട് വന്നിട്ട് മുസ്ലിങ്ങൾ ഇതുപോലെ ഒരു ചാനലിൻ്റെ അകത്ത് വന്നിട്ട് തള്ളാറില്ല. നിന്നെപ്പോലെ തള്ളാറില്ല. മനസ്സിലായ? നിന്റെ തലയിൽ മൂടിയില്ലാത്തതുപോലെ തന്നെ നിന്റെ തലയ്ക്കകത്തും ഒരു മണ്ണും ഇല്ല എന്നുള്ളത് ഞങ്ങൾക്കറിയാം. ഈ മിനു മുനീർ എന്നാണ് ഇസ്ലാം മതം സ്വീകരിച്ച് അന്നു മുതൽ നിന്റെ ചൊറിച്ചിൽ കുറച്ച് കൂടുതലാണ്. അവരെ നിന്റെ ചാനൽ, നിന്റെ ഈ ഊള ചാനലിൻ്റെ അകത്ത് വിളിച്ചിരുത്തിയിട്ട് ഇൻ്റർവ്യൂ എടുപ്പിക്കുക. പരമാവധി അവരുടെ വായി കൊണ്ട് തന്നെ ഇസ്ലാമിനെ തള്ളിപ്പറയാൻ വേണ്ടി നീ പരമാവധി നീ ശ്രമിച്ചു. പക്ഷെ അവർ നിന്റെ വായിൻ്റെ അണ്ണാക്കിലേക്ക് കയറി വെടിവെച്ചു. അതിൻ്റെ ചൊറിച്ചിൽ നിനക്കുണ്ട്, അത് നമുക്കറിയാം. പിന്നെ നിന്റെ മതമാണ് ലോകത്തിലെ ഏറ്റവും വലിയ മതം, നിന്റെ മതം മാത്രമേ ലോകത്തിലുള്ളൂ, ക്രിസ്തുവാണ് ലോകത്തിലെ ദൈവം എന്നൊക്കെ ഉള്ളത് നിന്റെ വിശ്വാസം, നിന്റെ മതത്തിൻ്റെ വിശ്വാസം. അതുമായിട്ട് മുസ്ലിമിനെ വലിച്ചെടുക്കേണ്ട അതിൻ്റെ അകത്ത്. പിന്നെ പറയുമ്പോൾ നീ എല്ലാ തേങ്ങയും കൂടി പറയണം. കന്യാസ്ത്രീകളെ കൊന്ന് കിണറ്റിനകത്തിടുന്ന മതം, കന്യാസ്ത്രീകളുടെ മറ്റേ ഹോസ്റ്റലിൽ കയറി 6 മാസമോ 3 മാസമോ പീഡിപ്പിക്കുന്ന അച്ഛന്മാരുള്ള മതം, കന്യാസ്ത്രീയാകാൻ പഠിക്കാൻ വന്ന കന്യാസ്ത്രീ പെൺകുട്ടിനെ പീഡിപ്പിച്ച് അവൾ ഗർഭിണിയാകുന്നു, ആ ഗർഭിണിയായിട്ട് അവൾ പ്രസവിക്കുന്നു, ആ പ്രസവിച്ച കുട്ടിയെ ആ കെട്ടിടത്തിൻ്റെ മുകളിൽ നിന്ന് തൂക്കി താഴേക്കിട്ട് കൊല്ലുന്നു. അങ്ങനെയും ഉണ്ടാക്കുന്ന മതം.
ആ മതത്തിൻ്റെ അകത്തുള്ള ന്യൂനതകൾ ഇപ്പം അറിഞ്ഞത് വെച്ചിട്ടുള്ള കാര്യങ്ങളാണ് പറഞ്ഞത്. ഇനി അറിയാത്ത എത്രയോ കഥകൾ അന്വേഷിച്ച് പോയി കഴിഞ്ഞാൽ അച്ഛന്മാരുടെ ലീലാവിലാസ കഥകൾ പുറത്ത് വരാൻ കിടക്കുന്ന മതം. അതും കൂടി പറയട നാറി. വെറും ഒരു കൃഷിയിടമാകാൻ വേണ്ടി ഏതോ കൃഷിക്കാര് തരിച്ചിടുകയും വിത്തിറക്കുകയും വിളവെടുക്കുകയും ചെയ്യുന്ന ഒരു കൃഷിയിടമായി സ്വയം താഴാൻ വേണ്ടി ഇറങ്ങിച്ചെല്ലാനും, അയ്യോ ഞാൻ കൃഷിയിടം മാത്രമാണ്, ഞാൻ പരസ്പര ബഹുമാനമുള്ള, എനിക്ക് ബഹുമാനം കിട്ടാത്ത ഒരാളാണ്, ഞാൻ ഒരു കൃഷിയിടമാണ്, അതിൽ ഞാൻ അഭിമാനിക്കുന്നു എന്ന് പറയാൻ എൻ്റെ പൊന്നു സഹോദരൻ നിങ്ങളെ കഴിഞ്ഞിട്ടേ ഉള്ളൂ. സമ്മതിച്ചു. ചുമ്മാതല്ല നിങ്ങളൊക്കെ മുസ്ലിമാർ. ഈ നിലവാരമുള്ളവർക്ക് പറ്റിയ മതം അത് തന്നെയാ. അയ്യോ അതങ്ങ് മിനു മുനീർ അങ്ങ് സഹിച്ചോളൂടാ. മിനു മുനീർ എന്നാണോ ഇസ്ലാം മതം സ്വീകരിച്ചോ അന്ന് മുതൽ നിനക്ക് നല്ല കരച്ചിലും ചൊറിച്ചലുമാണല്ലോ. മിനു മുനീർ ഇസ്ലാം മതം സ്വീകരിച്ചുകൊണ്ട് ഇന്നും അവർ ജീവനോടുകൂടി അവർ സന്തോഷത്തോടുകൂടി ജീവിക്കുന്നു. അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു പള്ളിയിലെ അച്ഛൻ തല്ലിക്കൊന്നിട്ട് കിണറ്റിനകത്ത് ഇടാത്തത് അവരുടെ ഭാഗ്യം. അല്ലെങ്കിൽ അവരുടെ ഒരു പൊട്ട ഭാഗ്യത്തിന് ഇനി കന്യാസ്ത്രീ ആകാൻ പോയി അവിടെ ഒരു ഗർഭിണിയായി ആ കുട്ടിയെ പ്രസവിച്ച് ആ കുട്ടീനെ കെട്ടിടത്തിന് മുകളിൽ താഴെ ഇട്ട് കൊല്ലാത്തത്, അതിൽ നിന്നും അവർ രക്ഷപ്പെട്ടു. അതിൻ്റെ ഭാഗ്യം മിനു മുനീറിൻ്റെ ഭാഗ്യം. ഇനി ആരും വേണ്ട. ഇനിയിപ്പോൾ ഏതെങ്കിലും കന്യാസ്ത്രീ ആകാൻ പോയതിനു ശേഷം ഈ അച്ഛന്മാരുടെ പീഡനം സഹിക്കാൻ 3-4 മാസം അവരുടെ പീഡനം സഹിക്കാതെ അവർ രക്ഷപ്പെട്ട് അവർ ഇസ്ലാമായിട്ട് സന്തോഷമായിട്ടിരിക്കുന്നു. ഇത് നീ എന്നെ കൊണ്ട് പറയിപ്പിച്ചല്ലേ. നീ ഇസ്ലാമിനെ കെട്ട് കുണയ്ക്കുമ്പോൾ നമ്മൾ അങ്ങോട്ട് ഇട്ടിട്ട് തട്ടും, അതറിയണം. നിനക്ക് നല്ല ചൊറിച്ചിലുണ്ടെങ്കിൽ അവിടെ മൂലയിൽ പോയിരുന്ന് ചൊറിയട പരനാറി പോ കേട്ടാ. അപ്പോൾ എൻ്റെ ക്രിസ്ത്യാനികളോട് എനിക്ക് പറയാനുള്ളത്, ഞാൻ നിങ്ങളെ ഉദ്ദേശിച്ചിട്ടോ നിങ്ങളുടെ ദൈവത്തെയോ ഒന്നും ഞാൻ താഴ്ത്തിക്കെട്ട ഉദ്ദേശിച്ചതല്ല. പക്ഷേ ഈ പരനാറിൻ്റെ വായിൽ നിന്ന് വരുന്ന വാക്കുകളുണ്ടല്ലോ അതെന്നെ കൊണ്ട് പറയിപ്പിച്ചതാണ്. ഇതിൽ ക്രിസ്ത്യാനികളായ ആരെങ്കിലും ഈ വീഡിയോ കാണുന്നുണ്ടെങ്കിൽ അവർക്ക് എന്തെങ്കിലും മനസ്സിനെന്തെങ്കിലും ബാധിച്ചിട്ടുണ്ടെങ്കിൽ ഞാൻ മാപ്പ് ചോദിക്കുകയാണ്. ഇതുപോലുള്ള പരനാറികളെ നിങ്ങളുടെ മതത്തിൽ നിന്ന് അടിച്ചിറക്കണം നല്ലത്. അല്ലെങ്കിൽ ഇതുപോലുള്ള ഈ നാറുകൾ ഉണ്ടാകുന്ന കാലം വരെ ക്രിസ്തു മതത്തിൽ നല്ലവരായ ആൾക്കാർക്ക് വളരെ മോശപ്പേരായിരിക്കും കിട്ടുക. ഞാനും ഒരുപാട് ക്രിസ്ത്യാനികളുടെ കൂടെ നടന്ന ഒരാളായതുണ്ട്. പക്ഷെ ഇതുപോലെ ഒരു നാറിയ ജന്തുവിനെ ഒരു ക്രിസ്ത്യാനിയിലും ഞാൻ കണ്ടിട്ടില്ല. ഓക്കെ.